നമസ്കാരം. സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. കേരള നിയമസഭയുടെ 25ാം സ്പീക്കറായി മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. 101 വോട്ടുകളാണ് കോട്ടയം എംഎൽഎയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും BJPയുടെ സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടുകളുമാണ് ലഭിച്ചത്. ചരിത്രത്തിൽ ആദ്യമായാണ് കേരള നിയമസഭയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ BJP മത്സരിക്കുന്നത്. 50 വർഷത്തിലധികം നീണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും 3.5 പതിറ്റാണ്ടിന്റെ പാർലമെന്ററി അനുഭവങ്ങളുടെയും പാരമ്പര്യത്തോടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറാകുന്നത്. നിലപാടുകളിലെ കാർക്കശ്യവും ഇടപെടലിലെ ലാളിത്യവുമാണ് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ തിരുവഞ്ചൂരിനെ വ്യത്യസ്തനാക്കുന്നത്. ജനകീയനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത്തവണ കോട്ടയത്ത് നിന്ന് ജയിച്ചത് എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടുകളേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിലാണ്. കുന്നംകുളത്ത് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികനായ കിഴൂർ സ്വദേശി മരിച്ചു. വടക്കേ തലയ്ക്കൽ വീട്ടിൽ ബാബുവാണ് മരിച്ചത്. പട്ടാമ്പി റോഡിലെ വൺവേക്ക് സമീപം വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തു നിന്ന് പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂട്ടർ മുന്നിലുണ്ടായിരുന്ന ബസിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടത്തിൽപ്പെട്ടത്. ഈ സമയം എതിരെ വന്ന ലോറിയുടെ സൈഡിൽ സ്കൂട്ടറിന്റെ ഹാൻഡിൽ തട്ടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ബാബുവിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. കുന്നംകുളം താലൂക്ക് ആംബുലൻസ് പ്രവർത്തകർ ബാബുവിനെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ചാവക്കാട് നഗരമധ്യത്തിൽ ലോറിയിടിച്ച് കടകൾ തകർന്നു. കടയ്ക്കുള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന കടയുടമ രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിക്കായിരുന്നു സംഭവം. ചരക്ക് ലോറി പുറകിലേക്ക് എടുക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് നഗരമധ്യത്തിലെ ചക്കാല സ്റ്റോഴ്സ് സമീപമുള്ള ബാർബർ ഷോപ്പിലേക്കും ഇടിച്ചു കയറുകയായിരുന്നു. കടകളുടെ മുൻഭാഗം തകർന്നു. ബാർബർ ഷോപ്പിൽ ഉറങ്ങുകയായിരുന്ന ഉടമ ശ്രീരാമൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മഞ്ചേരിയിൽ നിന്നും അരി കയറ്റി പറവൂരിലേക്ക് പോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ചക്കാല സ്റ്റോഴ്സിൽ വിൽപ്പനയ്ക്കുണ്ടായിരുന്ന സാധനങ്ങൾ നശിച്ച് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് ഉടമ ഹുസൈൻ ചക്കാലക്കൽ പറഞ്ഞു. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പുലർച്ചെ 2:30 മണിയോടുകൂടിയാണ് ഈ സംഭവം. ഒരു ചരക്ക് ലോറി അരിയോടുമായിട്ട് അവർ മഞ്ചേരിയിൽ നിന്ന് പറവൂർ പോയിരുന്നു. അങ്ങനെ സെൻറ്റർ വഴി പോകാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ സെൻറ്ററിലെത്തിയപ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ. അങ്ങനെ റിവേഴ്സ് എടുത്തിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് റിവേഴ്സ് എടുത്താണ്. അപ്പോൾ നോക്കുമ്പോൾ അത് നേരെ നമ്മളെ ഷോപ്പിൻ്റെ ഓഫീസിൽ കയറിയുണ്ടായിരുന്നു. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമ്പോഴുള്ള വരുമാന നഷ്ടം എത്രയെന്ന് റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. ഓർഡിനറി ബസ്സിൽ മാത്രം സൗജന്യം അനുവദിച്ചാൽ പ്രതിമാസം 57 കോടി നഷ്ടമുണ്ടാകും. സിറ്റി ഫാസ്റ്റ് ഓർഡിനറി ബസ്സുകളിൽ നടപ്പാക്കിയാൽ 65 കോടിയും ഓർഡിനറി ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ നടപ്പാക്കിയാൽ 90 കോടിയും നഷ്ടമുണ്ടാകും. മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ചാൽ പ്രതിമാസ നഷ്ടം 112 കോടിയാകും. 3 മാസത്തേക്കുള്ള കണക്കാണ് നൽകിയത്. ഗതാഗത സെക്രട്ടറിക്കാണ് റിപ്പോർട്ട് നൽകിയത്. 12 ലക്ഷത്തോളം സ്ത്രീ യാത്രക്കാർ പ്രതിദിനം സഞ്ചരിക്കുന്നുവെന്നാണ് ഏകദേശ കണക്ക്. പദ്ധതി നടപ്പാക്കിയ കർണാടകയിൽ AC സ്ലീപ്പർ ബസ്സുകളിൽ സൗജന്യമില്ല. തമിഴ്നാട്ടിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് ആനുകൂല്യം. KSRTCയിൽ ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കുന്നതിൽ ഗതാഗത മന്ത്രി CP ജോൺ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. ഏതൊക്കെ ബസ്സിൽ എത്ര ദൂരം വരെ എന്നൊന്നും തീരുമാനമായിട്ടില്ല. ജില്ലകൾക്ക് പുറത്തേക്ക് സൗജന്യ യാത്രയുണ്ടോ, എല്ലാ പ്രായക്കാർക്കും ആനുകൂല്യമുണ്ടോ എന്നെല്ലാം അറിയാനുണ്ട്. സാമ്പത്തിക ബാധ്യത കൂടി പരിഗണിച്ചാകും തീരുമാനം. കുന്നംകുളം ഫിഷ് മാർക്കറ്റ് INTUC യൂണിയന്റെ നേതൃത്വത്തിൽ അന്തരിച്ച യൂണിയൻ നേതാവ് CV ജാക്സന്റെ 2ാം അനുസ്മരണം സംഘടിപ്പിച്ചു. കുന്നംകുളം മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് KPCC ജനറൽ സെക്രട്ടറി PT അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് K ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. CV ജാക്സന്റെ സ്മരണകൾ നേതാക്കൾ പങ്കുവച്ചു. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, DCC സെക്രട്ടറിമാരായ KC ബാബു, CI ഇട്ടി മാത്യു, ബിജോയ് ബാബു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CB രാജീവ് എന്നിവർ സംസാരിച്ചു. INTUC ഭാരവാഹികളായ KV ഗീവർ, KS രാധാകൃഷ്ണൻ, ഷിജി ജാക്സൺ, മഹേഷ് തിപ്പലശ്ശേരി, KK സുലൈമാൻ തുടങ്ങിയവരും അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. കടങ്ങോട് പഞ്ചായത്ത് 21ാം വാർഡ് കിടങ്ങൂർ AKG നഗർ ADSലെ ഫ്രണ്ട്സ് കുടുംബശ്രീയുടെ 21ാം വാർഷികവും ADS പൊതുയോഗവും നടന്നു. CDS ചെയർപേഴ്സൺ സൗമ്യ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി ബിജി ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് മെമ്പർ സുഗിജ സുമേഷ് മുഖ്യാതിഥിയായി.
സംഘത്തിലെ മുതിർന്ന അംഗം രാധ അപ്പുണ്ണിയെ ചെയർപേഴ്സൺ സൗമ്യ സുരേഷ് ആദരിച്ചു. ചടങ്ങിൽ വിശിഷ്ടാതിഥികൾക്ക് സംഘത്തിന്റെ സ്നേഹാദരവ് നൽകി. വനിതകളുടെ ഇടയിൽ വായനാശീലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ രക്ഷാധികാരി വിജയൻ മാസ്റ്ററും സെക്രട്ടറി വിഷ്ണു മാസ്റ്ററും സംസാരിച്ചു. വീടുകളിലേക്ക് പുസ്തകം എത്തിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. CDS വൈസ് ചെയർപേഴ്സൺ റജുല അബ്ദുൽ വഹാബ്, മുൻ ബ്ലോക്ക് മെമ്പർ KK മണി, മുൻ വാർഡ് മെമ്പർ TP ലോറൻസ്, സംഘം സെക്രട്ടറിയും ADS വൈസ് ചെയർപേഴ്സണുമായ ഉമൈബ അബ്ദുൾ റഹ്മാൻ, മൻസൂറ തുടങ്ങിയവർ സംസാരിച്ചു. ജ്ഞാനോദയം ഗ്രന്ഥശാല സെക്രട്ടറി വിഷ്ണു മാഷിന്റെ ഗാനാലാപനവും ഉണ്ടായി. കടപ്പുറം മുനയ്ക്കക്കടവ് തീരദേശ പോലീസും കടലോര ജാഗ്രതാ സമിതിയും സംയുക്തമായി ബ്ലാങ്ങാട് ബീച്ച് ശുചീകരിച്ചു. തീരദേശ ഇൻസ്പെക്ടർ ശശീന്ദ്രൻ മേലയിൽ ഉദ്ഘാടനം ചെയ്തു. കടലോര ജാഗ്രതാ സമിതി ജില്ലാ കോർഡിനേറ്റർ ആച്ചി ബാബു അധ്യക്ഷത വഹിച്ചു. ASI-മാരായ മിനി, അനിത, പോലീസ് ഉദ്യോഗസ്ഥർ, കോസ്റ്റൽ വാർഡന്മാർ, ബോട്ട് സ്റ്റാഫുകൾ, കടലോര ജാഗ്രതാ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചരമം ചൊവ്വലൂർപടി മാവേലി റോഡിൽ പരേതനായ മാമരക്കാട്ട് വാസു ഭാര്യ തങ്കമണി നിര്യാതയായി 78 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി വാതക ക്രിമിറ്റോറിയത്തിൽ നടത്തി. കോഴിക്കോട് താമസമാക്കിയ കാട്ടകാമ്പാൽ ചിറക്കൽ പുലിക്കോട്ടിൽ പരേതനായ മാത്യുവിന്റെ മകൻ ഉക്രുക്കുട്ടി നിര്യാതനായി 64 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 5 മണിക്ക് കാട്ടകാമ്പാൽ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി സെമിത്തേരിയിൽ നടത്തും. ഷീലയാണ് ഭാര്യ. ജോമോൻ, മിഷ എന്നിവർ മക്കളാണ്. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.